സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യില്ല. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മുടെ MC-ക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, കയറാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും ഈ ഹൈഫ്ലൈസ് മീറ്റിങ്ങിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്നെ പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് സ്വദേശിയാണ്. മഹത്തായ ഈ ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ കിട്ടിയ ശേഷം 3 വർഷത്തോളമായി വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇന്ന് കമ്പനിയുടെ STC സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ വെച്ചാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ആദ്യമായിട്ട് എനിക്ക്, അതായത് ഈ ഒരു ബിസിനസ് അവസരം എനിക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ അപ്ലയൻസ് ലീഡർ ആയിട്ടുള്ള മുഹമ്മദ് കുട്ടി സാറിനും, അതുപോലെ തന്നെ അവരെ മക്കളായിട്ടുള്ള റസാഖ് ഖാൻ സൗജത്ത് എന്ന RTC ലീഡേഴ്സാണ്. അവർക്കൊക്കെ ഹൃദ്യമായ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മള് ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ കമ്പനി നന്നായത് കൊണ്ടോ പ്രൊഡക്റ്റ് നന്നായത് കൊണ്ടോ ഒരു വ്യക്തിയെ ബിസിനസ്സിൽ വിജയിക്കണമെന്നില്ല. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ടീമിന്റെ, നല്ലൊരു ടീമിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്തെന്നാലും നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടീം സക്സസ്ബറി ഗ്ലോബൽ എന്നൊരു ഓർഗനൈസേഷനിലൂടെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓർഗനൈസേഷന്റെ ഫൗണ്ടേഴ്സ് ഫാമിലി ആയിട്ടുള്ള മനോജ് സാറിനും ലതാ മേഡത്തിനും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ ഒരുപാട് ആളുകളിലേക്ക് ഈ അവസരം എത്തിക്കാനും സാധിച്ചിൽ ഈ ഫൗണ്ടേഴ്സ് ഫാമിലിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഏത് സാധാരണക്കാരനെയും ഒരു ബിസിനസ് അവസരം കയ്യിൽ കിട്ടിയാൽ മാത്രം പോരാ, അവനെ ഒരു നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് സക്സസ്ബറി ഗ്ലോബൽ. നല്ലൊരു കയ്യടി, ഓൺലൈൻ കയ്യടി നമ്മൾ ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ അപ്ലൈൻ ലീഡേഴ്സിനൊക്കെ ഈ ഒരു അവസരത്തിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. പുറത്ത് നല്ല മഴയാണ് എങ്കിലും ഈ ഒരു മഴക്കാലത്തും അല്ലെങ്കിൽ ഈ ഒരു തണുപ്പ് കാലത്തും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സൂമിന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ചെറിയൊരു സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ വന്ന് കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ പല ആളുകൾക്കും ഒരു പരാതിയാണ്, സാറേ എനിക്ക് ആളെ കിട്ടുന്നില്ല, എനിക്ക് വരുമാനം കിട്ടുന്നില്ല, എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല, അല്ലെ? എന്താണ് ഇതിന് കാരണം? അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ക് വരാൻ എന്താണ് ഇതിന് കാരണം ചോദിച്ചാൽ, നമ്മൾ പറയാറുണ്ട് താൻ നിരന്തരം ചെയ്യുന്നതിന് ഫലം താൻ അനുഭവിച്ചിടുമാറാകണം, ഒരു ചെല്ലുണ്ട് അങ്ങനെ, അല്ലെ? അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ റിസൾട്ടാണോ. അപ്പൊ ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഞാൻ കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ടിക്ക്, ശരിയാണെങ്കിൽ അതെ, ശരി അല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. അപ്പൊ എത്ര സ്കോർ വരുന്നുണ്ടെന്ന് നോക്കാം. ഒരു 10-15ഓളം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നതാണോ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് വരുമാനം കിട്ടാത്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്വയം ബിസിനസ് അവസരങ്ങൾ പരിചയപ്പെടുത്താറുണ്ടോ അല്ലെങ്കിൽ പ്രസന്റേഷൻ ചെയ്യാറുണ്ടോ എന്നാണ്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ സക്സസ്ബറിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങളാണ്, നമ്മളെ ടൂൾസിലുള്ള ചോദ്യങ്ങളാണ്. അവിടെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ സ്വയം ബിസിനസ് അവസരങ്ങൾ പരിചയപ്പെടുത്താറുണ്ടോ, പ്രസന്റേഷൻ ചെയ്യാറുണ്ടോ? അപ്പൊ നമുക്കറിയാം, പുതിയതായിട്ട് വന്നൊരു വ്യക്തി ആദ്യമായിട്ട് പ്രസന്റേഷൻ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ അപ്ലൈൻ്റെ സഹായത്തോടെ 5-6 പ്രസന്റേഷൻ അപ്ലൈൻ്റെ സഹായത്തോടു കൂടി കൊടുക്കുക. 7ാമത്തെ അല്ലെങ്കിൽ 6ാമത്തെ പ്ലാൻ നിങ്ങൾ അപ്ലൈൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ കൊടുക്കണം. അപ്ലൈൻ്റെ സാന്നിധ്യത്തിൽ 2-3 പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 8-10 പ്ലാൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള നമുക്ക് ഈ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സ്വന്തമായിട്ട് പ്ലാൻ പ്രസന്റേഷൻ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് വെച്ചോളൂ. കാരണം നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകണം. അപ്പൊ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊരു അനലൈസിങ് നടത്താനാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ പ്രസന്റേഷൻ നടത്താറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുക.
കാരണം നമ്മുടെ ബിസിനസ്സാണ്, നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ആളുകൾ അസോസിയേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോ ബിസിനസ് ആകുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് കണ്ടിട്ടോ കമ്പനി കണ്ടിട്ടോ എന്നല്ല നമ്മളോട്ട് ആളുകൾ അസോസിയേറ്റ് ചെയ്യാറ്, നമ്മളെ കണ്ടിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ബ്രാൻഡ് പ്രസന്റേഷൻ നടത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ കൂടെ ആളുകൾ അസോസിയേറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ നിങ്ങൾ സ്വയം ബിസിനസ് അവസരങ്ങൾ പരിചയപ്പെടുത്താറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ടിക്ക് ചെയ്തോളൂ, എഴുതിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതൊരു ചോദ്യം പറയുന്നത് നിങ്ങൾ ഔപചാരികമായ വസ്ത്രമാണ് ധരിക്കാറ്. ഇത് നമ്മുടെ ടൂൾസിന്റെ ഒരു ഘടകമാണ്. നല്ല രീതിയിലെ ഡ്രസ് കോഡ് നമ്മൾ ബിസിനസ്സിൽ പറയാറുണ്ട്. ടൂൾസിൽ പറയുന്ന ഒരു ഘടകമാണ് ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബിസിനസ്സിൽ ഒരു വ്യക്തിയുടെ മാറ്റം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് നമുക്കറിയാം, വരുമാനം നമുക്കൊരു വ്യക്തി കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു 450 അല്ലെ, സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന വരുമാനം 1000, 1200 ആ രീതിക്കൊക്കെയാണ് കിട്ടുക. അപ്പൊ ഫസ്റ്റ് നമ്മളൊരു മാറ്റം ആളുകൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രസ് കോഡ് നിർബന്ധമായിട്ട് നമ്മൾ മാറിയിരിക്കണം. ഇപ്പോ ജെൻസ് ആണെങ്കിൽ നല്ലൊരു അടിപൊളി ഷർട്ടും പാൻറ്റൊക്കെ ഇൻഷെയറൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് പോവാണ് നമ്മൾ ബിസിനസ്സിലേക്ക്. ഡ്രസ് കോഡ് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും ഫീൽഡിൽ ഇറങ്ങുമ്പോഴും നല്ല രീതിയിലുള്ള ഡ്രസ് കോഡ് നിങ്ങൾ ധരിക്കാറുണ്ടോ? നിങ്ങളുടെ നിലവിലെ വസ്ത്രധാരണം, അതായത് ഡ്രസ് കോഡ് മാറിയിട്ടുണ്ടോ? കാരണം ഡ്രസ് കോഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓരോ ആളുകൾക്കും ഡ്രസ്സ് ഉണ്ടല്ലോ അല്ലെ. ആ ഡ്രസ് കോഡ് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ പോലീസുകാരുടെ യൂണിഫോം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ് അല്ലെ. ഒരു അഡ്വക്കേറ്റിന്റെ യൂണിഫോം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു വക്കീലാണ് അല്ലെ, മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സുകാർക്കും ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ലേഡീസ് ആണെങ്കിൽ നല്ല രീതിയിൽ ഉള്ള ഡ്രസ്സ് അല്ലെ, നല്ല മാന്യമായ ഒരു വസ്ത്രധാരണം ധരിക്കണം. ജെൻസ് ആണെങ്കിൽ നല്ല ഒരു ഷർട്ടും പാൻറ്റും നല്ല ഇൻഷേർട്ടൊക്കെ ചെയ്ത് നല്ല ഷൂ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നല്ല കണ്ടാൽ നമുക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഡ്രസ് കോഡ്. ഇപ്പൊ നല്ല നിങ്ങൾക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത്, ഇപ്പോ ചില ആളുകൾ പാൻറ്റിടാനും ഇൻഷേർട്ട് ചെയ്യാനൊക്കെ മടിയുള്ള ആളുകൾ ധാരാളമുണ്ട്. പക്ഷെ നമ്മൾ മാറണം, ഡ്രസ് കോഡൊക്കെ നമ്മൾ മാറിയിരിക്കണം. കാരണം നമ്മൾ പുതിയ ജീവിതത്തിന്റെ പുതിയൊരു അവസരത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മാറ്റം നമ്മൾ കാണാം, അല്ലെങ്കിൽ ആളുകൾക്ക് കാണിച്ചു കൊടുക്കും നമ്മൾ ഡ്രസ് കോഡ്. അപ്പൊ നല്ല രീതിയിൽ ഡ്രസ് കോഡ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. കാരണം പണ്ടത്തെ ആ ഡ്രസ് കോഡിലല്ലോ നമ്മൾ കാണാറ്. ബിസിനസ്സിലേക്ക് നമ്മൾ ഡ്രസ് കോഡ് മാറുമ്പോൾ തന്നെ അവർ ചോദിക്കും, സ്വാഭാവികമായും ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം എന്താ, നിങ്ങൾ നല്ല പ്രോഗ്രാമിലേക്കും ബിസിനസ്സിലേക്കും ഒക്കെ ഇറങ്ങുമ്പോൾ നല്ല നല്ല വസ്ത്രമാണോ ധരിക്കാറ്? നല്ല അടിപൊളി ഡ്രസ്സാണോ, നല്ല ഡ്രസ് കോഡാണോ, നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ ഡ്രസ് കോഡാണോ നിങ്ങൾ ഉപയോഗിക്കാറുള്ളത്? രണ്ടാമത്തെ ചോദ്യമാണ്. ആണെങ്കിൽ ഓക്കെ, ആണെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല എന്ന് ടിക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ പറയുന്ന മൂന്നാമത്തെ ഒരു ചോദ്യം പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപാണോ എത്താറ്, അതോ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ്? നേരത്തെ എത്താറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാ പ്രോഗ്രാമിനും നേരത്തെ എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ചില ആളുകളൊക്കെ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് എത്താറുള്ളത്. അതുപോലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമല്ല, കഴിയുന്നതിന് മുന്നേ ഇറങ്ങിപ്പോകും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസി അത് നല്ലതല്ല ഈ ബിസിനസ്സിന്. ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ലെയറിൽ അല്ലെ, പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മുൻപന്തിയിൽ ഇരിക്കണം എന്നുള്ളതാണ്. മുന്നിൽ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കണം. അപ്പൊ നമ്മുടെ കൂടെ പുതുതായിട്ടൊരു വ്യക്തിയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയിരുത്തണം. കാരണം ബാക്കിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിന്റെ ബാക്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്ന വ്യക്തിക്ക് കാണുന്നത് ഒരുപാട് ആളുകളുടെ കവർ ചെയ്ത് കൊണ്ടുപോകണം സ്റ്റേജിലേക്ക് അദ്ദേഹത്തിന്റെ വിഷ്വൽ എത്താൻ വേണ്ടിയിട്ട് അല്ലെ. പക്ഷെ നേരെ മറിച്ച് ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് വെച്ചാൽ അയാൾ 4 ഭാഗം ശ്രദ്ധിക്കാനൊക്കെ അവസരം ഉണ്ടാവില്ല. ബാക്കിലാണെങ്കിൽ 4 ഭാഗം ശ്രദ്ധിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. താഴെ മുന്നിലിരിക്കുന്ന ആളുകളും സൈഡിലിരിക്കുന്ന ആളുകളും ഒക്കെ എന്താണോ ചെയ്യുന്നത്, ആരൊക്കെയാണ് കയറി വരുന്നത് ഒക്കെ നോക്കാം, അയാളെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടും. അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതേപോലെ തന്നെ നമ്മളും എന്ത് പ്രോഗ്രാം ചെയ്യാൻ മുൻപന്തിയിൽ നമ്മൾ ഇരിക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ ഇരിക്കാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുൻപന്തിയിൽ നിങ്ങൾ പുതിയൊരു വ്യക്തിയുമായിട്ട് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഫ്രണ്ട് ലെയറിൽ ഇരുത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഇരിക്കാറുണ്ടോ? ഇതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ ടിക്ക് ചെയ്യുക. കാരണം നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകേണ്ട ടൂൾസ് ആണ് ഇതൊക്കെ. ഒരു പ്രോഗ്രാമിന് ഇപ്പൊ ഒരു വ്യക്തിയെ നമുക്കറിയാം, ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ഒരു വ്യക്തി പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ
ഘടകം അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടിരുത്തണം. ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്, മുന്നിൽ വന്ന് ഇരുത്തിയ ആളുകളൊന്നും ഈ ബിസിനസ് ചെയ്യാണ്ട് പോയിട്ടില്ല. എന്നാൽ നേരെ മറിച്ച് ബാക്കിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഈ ബിസിനസ് ചെയ്യാറില്ല. ഒന്നാമത് അവർക്ക് ഒന്നുകിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അവർ ഫ്രണ്ട് ലെയറിൽ ഇരുന്നാൽ തന്നെ ശരിക്കും അവരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും വേദിയിലേക്ക് വരാറുള്ളൂ. അപ്പൊ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പുതിയ വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ലെയറിൽ തന്നെ ഇരുത്തുക. അതുപോലെ തന്നെ അവരെ കൂടെ നമ്മൾ ഇരിക്കുക. അവരെ ഇരുത്തിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കരുത്. അവരെ കൂടെ പുതിയതായിട്ട് വന്ന വ്യക്തിയാണെങ്കിൽ അവരെ കൂടെ നമ്മൾ ഇരിക്കുക. അവിടെ കൂടെ ഇരുന്ന് അവർക്ക് സംശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ ലീഡേഴ്സ് കയറുമ്പോൾ ഇത് ഇന്ന ആളാണ് നമ്മളെ ലീഡറാണ് എന്ന രീതിക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അവർ ഇത്ര മേഖലയിൽ നിന്ന് വന്ന വ്യക്തികളാണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, നല്ല പ്രോഗ്രാമുകൾ നിങ്ങൾ കൃത്യസമയത്താണോ എത്താറ്, മുൻപന്തിയിലാണോ ഇരിക്കാറ്, നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളെ ഫ്രണ്ട് ലെയറിൽ ഇരുത്താറുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. നാലാമതൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയാണോ ഉപയോഗിക്കാറ് നിങ്ങൾ? 100%. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മുടെ കമ്പനിയിൽ ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്, നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു വിശ്വാസം, പ്രൊഡക്റ്റിലേക്ക് ഒരു വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് 100% കണ്ടിൽ നോക്കിക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കാറുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയാണോ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കാറുള്ളത് എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, എങ്കിലേ നമുക്കിതൊരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള നമ്മുടെ കൂടെ വന്ന വ്യക്തികളും നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ അവരും ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ നിങ്ങളുടെ ചോദ്യം ഇതാണ്, നിങ്ങളെ വീട്ടിൽ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയാണോ 100% ഉപയോഗിക്കുന്നത്? അപ്പൊ ഇവിടെ ചോദ്യം ഉണ്ടെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല, നിങ്ങൾ ടിക്ക് ചെയ്തോളൂ. അഞ്ചാമതൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ദിവസവും ചുരുങ്ങിയത് പുതിയ ഒരു ഉപഭോക്താവിനെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടോ? ഡെയിലി ഒരു വ്യക്തിയോടെങ്കിലും ബിസിനസ് അവസരം പറയാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. പുതിയൊരാളെ നിങ്ങൾ കാണാറുണ്ടോ? മിനിമം 5 ആക്ടിവിറ്റിയെങ്കിലും നമ്മൾ ഈ ബിസിനസ്സിൽ ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ഏറ്റെടുത്ത വ്യക്തികൾ മിനിമം 5 ആക്ടിവിറ്റിയെങ്കിലും ചെയ്യണമെന്നാണ് പറയാറുള്ളത് അല്ലെ. പറയുന്ന പുതിയതായിട്ട് വന്ന വ്യക്തികൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. മിനിമം 5 ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ബിസിനസ്സിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ മിനിമം ഇവിടെ ചോദിക്കുന്ന ചോദ്യം 1-2 വ്യക്തിയോട് നിങ്ങൾ ഡെയിലി ദിവസവും സംസാരിക്കാറുണ്ടോ, ബിസിനസിനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ടിക്ക് ചെയ്തോളൂ. ഉണ്ടെങ്കിൽ ഉണ്ട് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ടിക്ക് ചെയ്യുക. അപ്പൊ ചുരുങ്ങിയത് ഒരു പുതിയ ആളുകളെ നിങ്ങൾ കണ്ടെത്താറുണ്ടോ? അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്, ഇപ്പോ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചോദിച്ചു ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടാവും അല്ലെ. കാരണം ഒരു വീട്ടില് പല സാഹചര്യങ്ങളിലൂടെ ആ വീട്ടുകാരൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ബിസിനസ് അവസരം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സമയം അവിടെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഒരു അനുവാദം ചോദിക്കുക. ഇങ്ങനൊരു വിഷയമുണ്ട്, വീട്ടിൽ ഒരു എൻട്രി ചോദിക്കുക. എൻട്രി ചോദിക്കുമ്പോൾ നമുക്ക് അത് സ്വീകാര്യത കിട്ടും. മറ്റത് എൻട്രി ഇല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വലിയ സ്വീകരണം കിട്ടില്ല. അപ്പൊ എൻട്രി ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം. അപ്പൊ കയറി ചെല്ലുക മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാനും തയ്യാറാവും. എന്താണ് നിങ്ങൾ വന്ന കാര്യം എന്ന് കേൾക്കാനും തയ്യാറാവും. മറ്റേത് എൻട്രി ഇല്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഔപചാരികത ഇല്ല അവിടെ. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നിങ്ങൾ ദിവസവും ഫോണിലൂടെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് ലിസ്റ്റ് ബിൽഡിങ്ങിനെ കുറിച്ചാണ്. എല്ലാ ദിവസവും പുതിയ പേര് നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാറുണ്ടോ? ലിസ്റ്റ് നമ്മുടെ ബിസിനസിന്റെ പ്രധാനപ്പെട്ട കാതലായിട്ടൊരു കാര്യമാണ്. ലിസ്റ്റ് മസ്റ്റാണ്. ബിസിനസ് മുന്നോട്ട് പോകുന്ന പുതിയ ലിസ്റ്റുകൾ, പുതിയ ആളുകളെ നമ്മുടെ ലിസ്റ്റിൽ ഡെയിലി നിങ്ങൾ ചേർക്കാറുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്. കാരണം ലിസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ഓരോ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പുതിയ ആളുകളെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഫോണിലൊക്കെ ഒരുപാട് ഫോൺ നമ്പർ ഉണ്ടെങ്കിലും, ഇപ്പോ 10-200, മിനിമം 200 മുതൽ 500 വരെ ഏതൊരു വ്യക്തിയുടെ ഫോണിലും നമ്പർ ഉണ്ടാവാറുണ്ട്.
പക്ഷേ 10, 500, 200 നമ്പർ ഉണ്ടെങ്കിലും അതിലൊരു 5 6 വ്യക്തികളായിട്ട് നമ്മൾ സമ്പർക്കം ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കാറുള്ളൂ. ബാക്കിയുള്ള നമ്പറൊക്കെ അവിടെ ഡെഡ് സ്റ്റോക്ക് ആണ്, വെറുതെ ആവശ്യമില്ലാതെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ നമ്പറുകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. 10, 200 നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതൊക്കെ നമ്മളെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഡെയിലി ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുക. വിളിക്കുമ്പോൾ ഒരു സുഹൃത്തിനെ, ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വ്യക്തി തന്നെ ആയിരിക്കും ഇത്. അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു വ്യക്തിയുടെ നമ്പർ തന്നെ നമ്മൾ ഫോണിൽ സേവ് ചെയ്യാറുള്ളൂ. അല്ല എല്ലാ ആളുടെ നമ്പർ നമ്മൾ സേവ് ചെയ്യാറില്ലല്ലോ. അപ്പൊ പുതിയ ആളുകളെ നമ്മൾ പുതിയ ലിസ്റ്റിലേക്ക് എഴുതാറുണ്ടോ, അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ ലിസ്റ്റിൽ പുതിയ ആളുകളുടെ പേര് ചേർക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫീൽഡിൽ ഇറങ്ങുമ്പോഴാണ് പുതിയ പുതിയ ആളുകളെ നമ്മൾ കാണാറ്, അല്ലെ? നമ്മളെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ഒപ്പം പഠിച്ച ആളുകളെയൊക്കെ നമ്മൾ കാണുമ്പോൾ അപ്പൊ തന്നെ അവരെ പേര് നമ്മൾ ഡയറി ഉണ്ടെങ്കിൽ ഡയറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. കാരണം എന്ത് തന്നാലും ഓരോ ദിവസം നമ്മൾ ഫീൽഡിലേക്ക് പുതിയ പുതിയ വ്യക്തിത്വങ്ങൾ നമ്മൾ പരിചയപ്പെടാറുണ്ട്, അല്ലെ? പരിചയപ്പെടൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിൽ എവിടെ ഫംഗ്ഷന് പോവാണെങ്കിൽ പുതിയ പുതിയ ആളുകളുമായിട്ട് ഇടിച്ചു കയറി പരിചയപ്പെടാം. ഇടിച്ചു കയറി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നമ്പർ മേടിക്കുക, അത് നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക, ഒരു എൻട്രി ചോദിക്കുക. നമ്മുടെ എൻട്രി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുക, ബിസിനസ് അവസരം പരിചയപ്പെടുത്തുക. അപ്പോ നമ്മുടെ ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എപ്പോഴും ആയിരിക്കേണ്ട ഒരു വിഷയം ബിസിനസ് തന്നെയാണ്. ഇപ്പൊ കല്യാണ വീട്ടിൽ ചെന്നാലും മരണ വീട്ടിൽ ചെന്നാലും പല വ്യക്തികളും പല ലീഡേഴ്സിനെയും കാണാറുണ്ട്, അവർ നമ്മളും ഷെയർ ചെയ്യാറുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ ബിസിനസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാറ്. മരണ വീട്ടിൽ ചെന്നാലും കല്യാണ വീട്ടിൽ ചെന്നാലും ബർത്ത്ഡേ പാർട്ടിക്ക് ചെന്നാലും അവിടെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ ചെന്ന എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സെക്കൻഡ് ഒഴിവ് കിട്ടിയാലും ഒരു പുതിയതായിട്ട് വ്യക്തികളെ എന്ത് പ്രോഗ്രാമിന് പോകാൻ വെച്ചാൽ പുതിയതായിട്ട് വ്യക്തികളെ നമ്മൾ പരിചയപ്പെടണം. പരിചയപ്പെട്ട് മാത്രമല്ല അവരെ നമ്മളെ ലിസ്റ്റിലേക്ക് ചേർക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്ത് പ്രോഗ്രാമിന് പോയാലും മിനിമം 1 2 ആളുകളെയും നമ്മളന്ന് പരിചയപ്പെട്ടുകൊണ്ട് അവരെ നമ്മളെ പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ടിക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് ഒരു ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ നൽകാറുണ്ടോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അതായത് ദിവസം പുതിയ പ്ലാൻ, അതായത് നേരത്തെ നിങ്ങൾ ചെയ്യാറുണ്ടോ ചോദിക്കുക, പക്ഷെ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ള ഇപ്പോഴത്തെ ചോദ്യം. എല്ലാ ദിവസവും നിങ്ങൾ ബിസിനസ് പ്രസന്റേഷൻ ചെയ്യാറുണ്ടോ? മിനിമം ഒരു പ്രസന്റേഷൻ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റി 5 ആക്ടിവിറ്റിയാണ് ബിസിനസിന്റെ പ്രധാന റോൾസ് എങ്കിലും നമ്മുടെ റോൾസ് എങ്കിലും മിനിമം ഒരു വ്യക്തിയോടെങ്കിലും പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ, നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമാണ് ഈ ബിസിനസ് ആളുകൾക്ക് അറിയാം. നമ്മുടെ ഷട്ടർ എന്ന് പറയുന്നത് നമ്മളെ ഷോപ്പിന്റെ ഷട്ടർ എന്താ? നമ്മളെ വായാണ്, അല്ലെ? നമ്മളെ വാ തുറന്നെങ്കിൽ മാത്രമേ നമ്മളെ ബിസിനസ്സിലേക്ക് ആളുകൾ കയറി വരത്തുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇപ്പൊ പുറത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ, നമ്മൾ എന്താണ് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല. അപ്പൊ ആളുകളോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഡെയിലി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നിങ്ങൾ ദിവസവും ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ നൽകാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ. അപ്പൊ അടുത്തൊരു ചോദ്യം, നിങ്ങളുടെ കലണ്ടറിൽ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇവിടെ നമ്മൾ പറയാറുണ്ട്, ഇപ്പോ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെ, നമ്മൾ ടീം മീറ്റിംഗ് ഇരിക്കാറുണ്ട്, ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാനിങ് തയ്യാറാക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാൻ ഉണ്ടോ എന്നുള്ള ചോദ്യം. ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാൻ. അപ്പൊ വർക്ക് പ്ലാനിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്ലാൻ ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം വേണ്ട എന്താണ്? ഒരു പ്ലാനാണ്, അല്ലെ? സ്കെച്ചും പ്ലാനാണ്. അപ്പൊ ആ പ്ലാൻ ഉണ്ടെങ്കിലേ നമ്മൾ ഒരു വീട് പൊന്തിക്കാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ വ്യക്തമായ ഒരു വർക്ക് പ്ലാൻ വേണം നമുക്ക്. ഒരാഴ്ചത്തെ വർക്ക് പ്ലാൻ നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഒരാഴ്ചത്തെ എന്തൊക്കെ ഡ്യൂട്ടി, എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എവിടെയൊക്കെ പോകണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ, വർക്ക് ഫോളോ അപ്പ് ഉണ്ടാവും, ക്ലോസിംഗ് ഉണ്ടാവും, അല്ലെ? ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാനിങ് നമുക്ക് നിർബന്ധമായിട്ടും വേണം. അതേപോലെ തന്നെ വർക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നാളെ എന്താണ് വർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ വർക്കില്ല. ഒട്ടുമിക്ക ആളുകളും ചോദ്യം ചോദിക്കുമ്പോൾ ഇതാണ് നമുക്ക് ഒരു റീപ്ലൈ കിട്ടാറുള്ളത്. നാളെ എന്താണ് വർക്ക്? നാളത്തെ വർക്കില്ല. അപ്പൊ അന്നത്തെ വർക്ക് ഇന്നിപ്പോ പല ലീഡേഴ്സിനെയും കണ്ടിട്ടുണ്ട്, ഇന്നെന്താണ് വർക്ക്, രാവിലെ വിളിച്ചിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്.
അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാൻ ചെയ്യുക. നിങ്ങൾ ടീമായിട്ട് ഇരുന്ന് കൊണ്ട്, ഇപ്പൊ ടി സി ആണെങ്കിൽ ടി സിയുടെ അണ്ടറിൽ എത്ര ആളുകളുണ്ടോ ആ ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരാഴ്ച നിങ്ങൾ ഇരിക്കണം. നിങ്ങളെ ടീമിനെ, നിങ്ങൾ org 1 org 2 ആളുകളെ പിടിച്ചിരുത്തിക്കൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാനിങ് നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോഴേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാൻ നിങ്ങളുടെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റുകൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. അപ്പൊ ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാൻ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ടി സിയുടെ അണ്ടറിൽ എത്ര പേരുണ്ടോ അവരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാനുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ പ്രോഗ്രാമിൽ ഇപ്പോ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോ നമ്മൾ ഓരോ റാങ്ക് കയറുമ്പോൾ അല്ലെ, ബെറി സ്റ്റാർ, ബെറി ഡബിൾ സ്റ്റാർ ഒക്കെ കയറുമ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ നമുക്ക് മൈക്ക് കിട്ടാറുണ്ട് അല്ലെ, BOP-കളിലും GTS-ലൊക്കെ മൈക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല അനുഭവങ്ങളാണോ നിങ്ങൾ പങ്കുവെക്കാറ്? നമുക്ക് ബിസിനസ്സിൽ കിട്ടിയിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ. ഇപ്പോ പുതുതായിട്ട് വരുന്ന വ്യക്തികൾ അല്ലെ, നമ്മുടെ എക്സ്പീരിയൻസ്, പല വ്യക്തികളുടെയും എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴാണ് അവർ ഒന്നുകൂടി മോട്ടിവേഷൻ ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മളൊരു ഒരു പ്രോഗ്രാമിൽ നമ്മൾ നല്ല നല്ല അനുഭവങ്ങളാണ് വിവരിക്കുന്നത്. നല്ല നല്ല അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ അല്ല, വേറെ ആരുടെ കൂടെ ഒരു പുതിയ വ്യക്തി വന്നാലും നെഗറ്റീവ് കമന്റുകൾ നമ്മൾ ഒരിക്കലും പാസ് ചെയ്യരുത്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നെഗറ്റീവ് കമന്റുകൾ നമ്മൾ ഒരിക്കലും പാസ് ചെയ്യരുത്. ഇപ്പൊ പ്രോഗ്രാമിലാണെങ്കിലും ഇപ്പൊ വ്യക്തികളാണ്, ഇപ്പൊ നമ്മുടെ ലീഡേഴ്സിനോടാണെങ്കിലും ഫീൽഡിലുള്ള നെഗറ്റിവിറ്റികൾ നമ്മൾ പറയാറുണ്ട് അല്ലെ. അത് പൊതുവേദികൾ നമ്മൾ പറയാൻ പാടില്ല. പൊതുവേദികൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ആളുകളോട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. നെഗറ്റീവ് കമന്റ് ഒരിക്കലും നമ്മൾ താഴേക്ക് പാസ് ചെയ്യാൻ പാടില്ല. അതൊരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. നെഗറ്റീവ് കമന്റുകൾ, അതായത് പ്രോഗ്രാമുകളിലും നിങ്ങളെ കൂടെ വന്ന ആളുകളോട് നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ടോ എന്ന ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പൊ നമ്മള് അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, അപ്പൊ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പങ്കുവെക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് നമുക്ക് വരാറുണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പൊതുവേദിയിൽ പറയരുത്. അത് ലീഡറെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇങ്ങനെ ഇന്ന സംഭവങ്ങളുണ്ട്, ഈ ഫീൽഡിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഇതുപോലത്തെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ നിന്നും നമ്മളെ ഗ്രൂപ്പിൽ നിന്നൊക്കെ നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാൻ പാടില്ല. അത് നമ്മളെ ലീഡറോട് സംസാരിക്കുക. സാറേ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, നിങ്ങൾ പ്രോഗ്രാമുകളിൽ നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ടോ, നല്ല നല്ല ഡയലോഗുകൾ അടിക്കാറുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ 5 ഫിംഗേഴ്സ് എന്ന റൂൾസിൽ നമ്മൾ പറയാറുണ്ട്, നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാറുണ്ട്. പുസ്തക വായനയെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ 5 ഫിംഗറിൽ പറയുന്ന ഒരു ഘടകമാണ് ബുക്ക് റീഡിങ് അല്ലെ, പുസ്തക വായന. അപ്പൊ ലീഡേഴ്സ് നിങ്ങൾ പറയാറുണ്ട് പുസ്തകം വായിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. ബുക്സ് റീഡിങ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവചരിത്രം, അതായത് 10, 30, 40, 50 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഒരു 10 100 പേജിൽ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം, 10 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു 10 100 പേജിൽ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പൊ 100 വർഷത്തെ അനുഭവജ്ഞാനം ഒരു പുസ്തകത്തിൽ നമുക്ക് കിട്ടും. അവിടെ ചോദ്യം ഇതാണ്, നല്ല പുസ്തകം, നല്ല ബുക്സ് നിങ്ങൾ വായിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങുക. നമ്മുടെ ബിസിനസ്, നിങ്ങളെ അപ്ലയൻസിനായിട്ട് ചോദിച്ചാൽ മനസ്സിലാക്കാം ഈ ബിസിനസ്സിൽ നമ്മൾ ഏതൊക്കെ പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. അത് നിങ്ങൾ അപ്ലൈൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ആ രീതിയിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. ഇപ്പൊ ടീമായിട്ടൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ഓഫറിലൊക്കെ നമുക്ക് നല്ല നല്ല പുസ്തകങ്ങൾ കിട്ടാറുണ്ട്. 8 10 ആളുള്ള ടീമാണെങ്കിൽ 10 പുസ്തകങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വായിക്കാൻ സാധിക്കും. അപ്പൊ 10 ടീം, 10 നിങ്ങളുടെ താഴെ 10 ലീഡേഴ്സ് ഉണ്ടെങ്കിൽ 10 വെറൈറ്റി പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഈ 10 പുസ്തകങ്ങൾ ഒരു വ്യക്തി വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു എക്സ്പെൻസ് വരും. പക്ഷേ ഓരോ പുസ്തകം ഓരോ വ്യക്തിക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ എക്സ്പെൻസ് വരില്ല. അപ്പൊ 10 പുസ്തകങ്ങൾ ഒരുമിച്ച് വാങ്ങിയാൽ ഓരോ പുസ്തകവും നമ്മൾ വായിച്ച് അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് കൈമാറിക്കൊണ്ട് നമുക്ക് പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ചോദ്യം ഇതാണ്, നിർദ്ദേശിക്കപ്പെട്ട പുസ്തകം നിങ്ങൾ വായിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ് എങ്കിലും നടത്താറുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഹോം മീറ്റിംഗിലേക്ക് ഒരു വ്യക്തിയോട് നമ്മൾ ഒരു 10 ആളുകളോട് നമ്മൾ പ്ലാൻ പറയണമെങ്കിൽ, അല്ല നമ്മൾ ഈ അവസരം 10 വ്യക്തികളിലേക്ക് 10 കുടുംബങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ 10 ദിവസം എടുക്കാറുണ്ട് അല്ലെ, അതിൽ 4 5 ദിവസം എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഹോം മീറ്റിങ്ങിന്റെ പ്രാധാന്യം ഇതാണ്. ഒരൊറ്റ ഹോം മീറ്റിംഗിൽ
10ഉം 20ഉം 30ഉം ആളിലേക്ക് ഒറ്റ മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ അവസരം എത്തിക്കാൻ സാധിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒരു മണിക്കൂർ കൊണ്ട് 10ഉം 20ഉം ആളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്: എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഹോം മീറ്റിംഗ് ഉണ്ടാകാറുണ്ടോ? ഈ ഹോം മീറ്റിംഗ് നടത്താറുണ്ടോ? ഒരു മീറ്റിംഗെങ്കിലും മിനിമം, അല്ലെ? മിനിമം TCയെ സംബന്ധിച്ച് 1-2 മീറ്റിംഗ് നടത്തണം. നോർമലി ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് ആഴ്ചയിൽ മിനിമം ഒരു ഹോം മീറ്റിംഗിൽ നടത്തിയിരിക്കണം. ഷുവറാണ്. കാരണം ഹോം മീറ്റിംഗ് ആണ് നമ്മുടെ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു കാതൽ. ഹോം മീറ്റിംഗിലൂടെയാണ് ധാരാളം ആളുകൾ നമ്മളിലേക്ക് അസോസിയേറ്റ് ചെയ്യാറ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യാനുള്ള അവസരം ഹോം മീറ്റിംഗിലൂടെ നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ ഇവിടെ ചോദ്യം, നിങ്ങൾ ആഴ്ചയിൽ ഒരു ഹോം മീറ്റിംഗെങ്കിലും നടത്താറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് നടത്തുക. കാരണം ഹോം മീറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഒരു ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതലാണ്. ഇന്ന് ഒരുപാട് വ്യക്തികൾ, ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 60% ആളുകളും ഒക്കെ ഹോം മീറ്റിങ്ങിലൂടെ വന്ന വ്യക്തികളാണ്. കാരണം ഹോം മീറ്റിങ്ങിലൂടെ വരുമ്പോൾ നമുക്ക് ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ ബിസിനസിനെ കുറിച്ച് ഹോം മീറ്റിങ്ങിൽ എൻ്റെ പ്രധാനം ഇപ്പോൾ സാധാരണ നമ്മൾ ഓരോ വ്യക്തികളോ 1-to-1 പോകുമ്പോൾ ആ വ്യക്തി ഏത് കാറ്റഗറി പെട്ട ആളുകൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അയാൾ ഏത് രീതിയിലൂടെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ നമുക്ക് ഒരു പിടുത്തം കിട്ടാറില്ല. ഒരു മണിക്കൂറുകൾ പിടിക്കും ഒരു വ്യക്തിയോട്, അല്ലെ? ഒരു വ്യക്തിയോട് സംസാരിക്കാൻ 2-3 മണിക്കൂർ എടുക്കാറുണ്ട്. പക്ഷെ ഹോം മീറ്റിംഗിൽ 10ഉം 20ഉം ആളുകളെ നമുക്ക് 1-2 മണിക്കൂർ കൊണ്ട് ഈ അവസരം എത്തിക്കാൻ സാധിക്കും. അതിൽ നല്ല ക്വാളിറ്റിയിൽ ആളുകളെ നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കും. കാരണം അതിൽ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളുകളുണ്ടാവും, ബിസിനസ് ആവശ്യമുള്ള ആളുകളുണ്ടാവും, അല്ലെ? വെൽത്തും ഹെൽത്തും നമ്മൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് അതാണ്. ബിസിനസ്സുകാരിലേക്ക് ബിസിനസ് എത്തിക്കാം, ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള ആളുകളിൽ ഉൽപ്പന്നം എത്തിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ചുരുങ്ങിയത് ഒരു ഹോം മീറ്റിംഗിൽ നടത്താറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നതാണ്: എല്ലാ ആഴ്ചയിലും ടീമിനോടൊപ്പം നിങ്ങൾ ചുരുങ്ങിയത് ഒരു അടിസ്ഥാന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടോ? അത് ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ പുതിയതായിട്ട് വന്ന വ്യക്തികൾക്ക് ട്രെയിനിങ് മസ്റ്റാണ്. NDO, മിനി NDO, അല്ലെ? അപ്പൊ നമ്മുടെ ടീമിന്റെ DTC ലീഡേഴ്സിന്റെ അണ്ടറിൽ മിനി NDO കൊടുക്കണം എന്ന് പറയുന്നത്. ഓരോ ആഴ്ചയും ശരിക്കും മിനി NDO ടീം മീറ്റിംഗിന്റെ. ഇപ്പൊ ടീം മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ടീം മീറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് മിനി NDO കൊടുക്കാൻ സാധിക്കും. പുതിയതായിട്ട് വന്ന ആളുകൾ 4 ബേസിക്കും 5 ഫിംഗർ ഒക്കെ നമുക്ക് മിനി NDOകൾ കൊടുക്കാൻ സാധിക്കും. അതിനൊക്കെ നമ്മൾ ടീം മീറ്റിംഗ് പ്രയോജനപ്പെടുത്തുക. അതായത് നിങ്ങളുടെ ടീമിന്റെ കൂടെ, അതായത് ചുരുങ്ങിയത് ഒരു അടിസ്ഥാന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടോ ചോദിക്കുന്നത്. എല്ലാ ആഴ്ചയിലും, അല്ലെ? എല്ലാ ആഴ്ചയിലും ടീം മീറ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ആഴ്ചയും ടീം മീറ്റിംഗ് നിർബന്ധമാണ്. ടീം മീറ്റിംഗ് വെക്കുമ്പോൾ വെറും വർക്ക് പ്ലാൻ മാത്രമല്ല, ആ വർക്ക് പ്ലാനിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ഘടകങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ നമുക്ക് ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടും. ആ പരിശീലനം തന്നെ നമുക്കത്. അപ്പോൾ ഓരോ മീറ്റിങ്ങുകളും നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. ഇല്ലെങ്കിൽ പങ്കെടുക്കണം. ഇനി മുതൽ നിങ്ങൾ ടീമിന്റെ കൂടെ മിനിമം ആഴ്ചയിൽ ഒരു പരിശീലന പരിപാടികൾ, അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ചുരുങ്ങിയത് ഒരു ഹാൾ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ? അതായത് ബിസിനസ് BOP GTS പോലെ പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ എന്ന ചോദ്യം. അതായത് മിനിമം ആഴ്ചയിൽ ഒരു GTS, ഒരു BOP നിർബന്ധമായിട്ട് നമ്മൾ പങ്കെടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട്, അല്ലെ? ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വാഷ് ഔട്ട് ചെയ്യണമെങ്കിൽ, അന്ന് വാഷ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു പ്രോഗ്രാമിൽ, ആഴ്ചയിൽ ഒരു പ്രോഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് റീചാർജ് ചെയ്യാം, ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് റീചാർജ് ചെയ്ത് പോരാൻ സാധിക്കും. അപ്പൊ എന്ത് നെഗറ്റീവ് കമന്റ് ഉണ്ടെങ്കിലും നമുക്ക് ഒരാഴ്ചയിൽ BOP അല്ലെങ്കിൽ GTS കയറി കഴിഞ്ഞാൽ അതിനെ വാഷ് ചെയ്യാൻ സാധിക്കും. തന്നെയുമല്ല, അവിടുന്ന് പുറത്തുനിന്ന് കിട്ടിയ കമന്റുകൾ നമ്മളെ ലീഡേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനും അതിന് വേണ്ട പരിഹാരങ്ങൾ തരാനും നമുക്ക് പ്രോഗ്രാം ചെല്ലുമ്പോൾ സാധിക്കും. ആ പ്രോഗ്രാം ചെല്ലുമ്പോൾ GTS വീക്കിലി പ്രോഗ്രാം ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ നേരത്തെ എത്തണം. അപ്പോൾ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൽ നേരത്തെ എത്തിയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ എത്തുക, പ്രോഗ്രാം കഴിഞ്ഞാൽ ഓടിപ്പോരരുത്. അവിടെ ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ നിൽക്കുക. അവിടെ നിന്ന് കഴിഞ്ഞാൽ ലീഡേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കിട്ടും. ഇപ്പം നമ്മുടെ മലപ്പുറം GTS വരുമ്പോൾ ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ടല്ലേ? ITC, WTC പോലെ ഒരുപാട് ഹയർ റാങ്കിലുള്ള ലീഡേഴ്സ് ഒക്കെ വരാറുണ്ട്. ആ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമൊക്കെ അവിടെ നിൽക്കാറുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഈ ലീഡർ ഫ്രീ ആയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മൾ സംസാരിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടും. എന്തെങ്കിലും ഒരു പോയിന്റ് ആ ലീഡറുടെ ഭാഗത്ത് നമുക്ക് കിട്ടാറുണ്ട്. എല്ലാ പ്രോഗ്രാം, എല്ലാ ഗസ്റ്റ് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു അരമണിക്കൂർ, ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനൊരു അവസരം നമ്മൾ കണ്ടെത്തുക. അപ്പൊ പ്രോഗ്രാമിൽ നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടുള്ളൂ. ഇപ്പൊ ഞാനിവിടെ 10-15ഓളം ഘടകങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു. ചോദ്യങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്.
നിങ്ങൾ സ്വയം ബിസിനസ് അവസരങ്ങൾ പ്രസന്റേഷൻ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അല്ലെ? എല്ലാ പ്രോഗ്രാമിലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഔപചാരിക വസ്ത്രമാണോ നിങ്ങൾ ധരിക്കാറുള്ളത്? നല്ല ഡ്രസ് കോഡ് നിങ്ങൾ മെയിൻറ്റെയിൻസ് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ കൃത്യസമയത്ത് എത്താറുണ്ടോ? പ്രോഗ്രാം തുടങ്ങിയിട്ടാണോ എത്താറ്? അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണോ 100% ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദിച്ചത്. ഉണ്ടെങ്കിൽ ഉണ്ട്. അതുപോലെ തന്നെ ചുരുങ്ങിയത് പുതിയ ആളുകളെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്, അഞ്ചാമത് ചോദിച്ചത്. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ടോ, പുതിയ വ്യക്തികളെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ടോ? അതുപോലെ തന്നെ പുതിയ ലിസ്റ്റിലേക്ക്, നമ്മുടെ ലിസ്റ്റിലേക്ക് പുതിയ പുതിയ ആളുകളെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യാം, ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാറുണ്ടോ എന്നുള്ള ചോദിച്ചത്. അപ്പോ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരാഴ്ചത്തേക്കുള്ള വർക്ക് പ്ലാൻ ഉണ്ടോ, ഇല്ലെങ്കിൽ എടുക്കാം, ഉണ്ടോ എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ വീട്ടിലും നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോഗ്രാമുകൾ നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട് എഴുതുക. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ് നടത്താറുണ്ടോ? അതുപോലെ തന്നെ ടീമിനോടൊപ്പം ഒരു അടിസ്ഥാന പരിശീലന പരിപാടികൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും മിനിമം ഒരു ഓപ്പർച്യൂണിറ്റി മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ? ഏകദേശം 10-15ഓളം ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിൽ നിങ്ങൾ ടിക്ക് ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ ഈ ഈ അടിസ്ഥാന ഘടകങ്ങൾ പറഞ്ഞ ഘടകങ്ങളൊക്കെ നിങ്ങൾ യെസ് എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയായാലും എങ്ങനെയായാലും ഈ ഒരു ബിസിനസ് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടൊരു ലീഡറായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾ ടിക്ക് ചെയ്ത വിഷയങ്ങളിൽ നിങ്ങൾ മാർക്ക് കുറവാണെങ്കിൽ, സ്കോർ കുറവാണെങ്കിൽ, ആ സ്കോർ നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നല്ലൊരു അച്ചീവറായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം നമുക്ക് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും പുതിയൊരു വരുമാനമില്ലാത്ത ആളുകളൊന്നും അല്ല. അതായത് ജീവിച്ചു പോകാൻ വേറെ വരുമാനമില്ലാത്ത ആളുകളൊന്നുമല്ല. കാരണം നമുക്കൊരു അഡീഷണൽ വരുമാനം അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസരം ആണ് എന്ന് കണ്ടു തന്നെയാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, കാരണം 10, 30, 50 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് നമുക്ക് ഒരു 4-5 വർഷം കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരിക്കലും നമ്മൾ സമയം പാഴാക്കരുത്. ഉള്ള സമയം വ്യക്തമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഒരു 4-5 വർഷം ഇപ്പൊ നമ്മള് എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ ദിവസം നമ്മൾ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കിട്ടിയ സമയം വെച്ചുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നേറുക. കാരണം ഫാസ്റ്റ് ആയിട്ട് മുന്നേറി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ സമയം വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഘടകങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ടിക്ക് ചെയ്യുക. ഈ പറഞ്ഞ 15 ചോദ്യങ്ങളും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, അതായത് മിനിമം ഒരു 10 സ്കോറെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുമെന്നും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾ അത് കവർ ചെയ്യുക, നിങ്ങൾ സ്കോർ കൂട്ടുക. ബിസിനസ് സ്കോർ കൂട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും പ്രോഗ്രാമുകളും എല്ലാം നമ്മൾ താഴെ വന്ന ആളുകളെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ നമ്മൾ പല വ്യക്തികളും ഒരു ഘടകം കൂടി പറയുന്നത്, ഇപ്പൊ നമ്മുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെവിടെ ഒന്നും ചെയ്യണ്ട. ഇപ്പോ ഒട്ടുമിക്ക ആളുകൾക്കും നമ്മുടെ വരുമാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ഈ ആഴ്ച നമുക്ക് എത്ര വരുമാനം ഉണ്ട്, എത്ര വരുമാനം കിട്ടണം, എത്ര വേണമെന്നുള്ള കാഴ്ചപ്പാട് നമ്മളോട്. അപ്പൊ ഇവിടെ ഈ ഒരു ബിസിനസ്സിന് മാത്രം പ്രത്യേകം നമ്മുടെ വരുമാനത്തിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളെ താഴെ വന്ന ആളുകൾക്ക്, നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾക്ക് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വരുമാനം കൂടി വരും എന്നുള്ളതാണ്. നമുക്കറിയാം, വളരെ സിമ്പിൾ ബിസിനസ് ആണ്, അല്ലെ? അപ്പൊ പരമാവധി ആളുകളിലേക്ക് നമ്മൾ ബിസിനസ് അവസരം എത്തിക്കുക. ഈ പറഞ്ഞ ഘടകങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കുക, ഈ 15 ഘടകങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചുരുങ്ങിയ വേളയിൽ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇന്നിവിടെ സമർപ്പിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ഭാഗ്യമെന്ന് ഞാൻ കണക്കാക്കുന്നു. അപ്പൊ എല്ലാവരും വളരെ ശക്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം ഏത് സാധാരണക്കാരനും രക്ഷപ്പെടാൻ പറ്റിയൊരു അവസരം ഇന്ന് ലോകത്ത് ഈ ഒരു ബിസിനസ്സിനാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ആശയം തന്നെയേ ഉള്ളൂ. അവിടെ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പനിയിലൊക്കെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. അപ്പൊ ഇതിന്റെ പ്രത്യേകത ചില കമ്പനി നമുക്കറിയാം, ഏകദേശം 120ഓളം പ്രൊഡക്റ്റുകൾ എന്നുണ്ടെങ്കിലും 2030 ആകുമ്പോഴേക്കും 1000ഓളം പ്രൊഡക്റ്റുകൾ സൂപ്പർ മാർക്കറ്റിന്റെ ഓണർഷിപ്പാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഓണർഷിപ്പ് നമ്മൾ പരമാവധി ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ ഘടകം. അപ്പൊ എല്ലാവർക്കും ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ ഞാൻ വളരെ ചുരുങ്ങിയ സെക്ഷനായി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
ഇനി ഈ ഒരു അവസരം എനിക്ക് നൽകിയ എൻ്റെ അപ്ലയൻസ് ലീഡേഴ്സിനും അതുപോലെ തന്നെ സക്സസ് ഫ്രീ ഗ്ലോബലിന്റെ ഫൗണ്ടേഴ്സ് ഫാമിലിയിലുള്ള മനോജ് സാറും ലതാ മാഡത്തിനും അതുപോലെ തന്നെ എൻ്റെ എല്ലാ അപ്ലയൻസ് ലീഡേഴ്സിനും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ താങ്ക് യു സോ മച്ച്. സതീഷ് സാർ വൈൻഡപ്പ് ചെയ്യാം.